കേരള കിസാന്റെ കർഷകനും കൃഷിയും മാധ്യമങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരുന്ന കൃഷിയെയും കർഷകനെയും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അവലോകനമാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ നോക്കാം. റാഗി കൃഷി വിജയകരമായി നടത്തി വിളവെടുപ്പ് ആഘോഷിക്കുന്ന ആടുവിളന്താനിലെ ആദിവാസി കർഷകരുടെ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. 10 ഏക്കറിലധികം മലനിരകളിലാണ് റാഗി കൃഷിയുള്ളത്. ശാന്തമ്പാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആദിവാസി സെറ്റിൽമെന്റായ ആടുവിളന്താംകുടിയിൽ നടത്തിയ പരീക്ഷണ കൃഷിയാണ് വിജയം കണ്ടത്. അത്യുൽപാദന ശേഷിയുള്ള 3 റാഗി ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തത്. ജൂണിൽ വിത്ത് വിതച്ച് നവംബർ മുതൽ ജനുവരി വരെയാണ് വിളവെടുപ്പ് കാലം. 28 കർഷകരാണ് ആടുവിളന്താൻ സെറ്റിൽമെന്റിൽ റാഗി കൃഷി ചെയ്യുന്നത്. സംസ്ഥാനത്ത് റബ്ബർ കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ടാപ്പിംഗിന് ആളില്ലാതെ വലയുന്ന കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ടാപ്പിംഗ് തൊഴിലാളികൾ കർണാടകത്തിലേക്ക് കുടിയേറുന്ന വിവരമാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. കൂലി കൂടുതൽ തേടിയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ സംസ്ഥാനം വിടുന്നത്. 10 വർഷത്തിനിടെ 2000-ഓളം ടാപ്പിംഗ് തൊഴിലാളികൾ കർണാടകയിലേക്ക് പോയതായതാണ് കണക്ക്. കർണാടകത്തിലെ പുത്തൂർ, കർക്കള, ബെൽത്തങ്ങാടി എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേരും പോയിട്ടുള്ളത്. കേരളത്തിൽ ഒരു മരത്തിന് 2 രൂപ 50 പൈസ വരെ വെട്ടുകൂലി ലഭിക്കുമ്പോൾ കർണാടകത്തിൽ 4 രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന് വാർത്തയിൽ പറയുന്നു. തൊഴിലാളികളുടെ കുറവ് മൂലം കേരളത്തിലെ പല തോട്ടങ്ങളും ടാപ്പിംഗ് കൃത്യമായി നടക്കാതിരിക്കുമ്പോഴാണ് തൊഴിലാളികൾ കേരളം വിടുന്നത്. ടാപ്പിംഗ് രംഗത്തേക്ക് തൊഴിലാളികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി റബ്ബർ ബോർഡ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചും വാർത്തയിൽ പറയുന്നുണ്ട്. ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, യുവാക ധനസഹായം എന്നിവയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നാളികേര വില കുതിക്കുമ്പോൾ കേരളത്തിന് നിരാശ മാത്രമെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. ഉൽപാദനം കുറഞ്ഞതും തെങ്ങ് കുറഞ്ഞതുമാണ് കേരളത്തിന് തിരിച്ചടിയായത്. നേട്ടം കൊയ്യുന്നത് കർണാടകയും തമിഴ്നാടുമാണ്. നാളികേര ഉൽപാദനത്തിൽ കർണാടകയ്ക്കും തമിഴ്നാടിനും പിന്നിലായി 3ാമതാണ് കേരളം. 3 സംസ്ഥാനങ്ങളിലെയും കഴിഞ്ഞ വർഷങ്ങളിലെ നാളികേര ഉൽപാദനത്തെക്കുറിച്ച് കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. നല്ല തെങ്ങിൻ തൈകൾ കിട്ടാനില്ലാത്തതും കേരളത്തിലെ നാളികേര കൃഷിയുടെ തളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. നാളികേരവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇന്നത്തെ കേരള കൗമുദിയിലുണ്ട്. നാളികേര വില ഉയരുമ്പോഴും സർക്കാർ സംഭരണ കേന്ദ്രങ്ങൾ കർഷകർക്ക് കുറഞ്ഞ വില നൽകുന്നതിനെ കുറിച്ചാണ് കേരള കൗമുദിയുടെ റിപ്പോർട്ട്. നാളികേരത്തിന് പൊതുവിപണിയിൽ കിലോഗ്രാമിന് 40 രൂപയുള്ളപ്പോൾ സർക്കാരിന്റെ സംഭരണ വില 34 രൂപയാണ്. വിലയിലെ കുറവ് കാരണം സർക്കാർ സംഭരണ കേന്ദ്രങ്ങളിൽ നാളികേരം നൽകാൻ കർഷകർ താൽപ്പര്യം കാട്ടുന്നില്ല. തുക കിട്ടാൻ വൈകുന്നതും സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും കർഷകരെ അകറ്റുന്നു. പൊതുവിപണിയിൽ വില കൂടുതലാണെങ്കിലും ചെറുതുൾപ്പെടെ തെരഞ്ഞു മാറ്റിയിടുന്നതിനാൽ നാളികേരം മുഴുവൻ കർഷകന് വിൽക്കാനാവുന്നില്ല. സർക്കാർ സംഭരണത്തിൽ ഈ പ്രശ്നങ്ങളില്ല. അതിനാൽ വില കൂട്ടി സംഭരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സംഭരണം കുറഞ്ഞതോടെ നാപ്പെട്ട് വഴി കേന്ദ്രം നൽകുന്ന 300 കോടി രൂപ സർക്കാരിന് 3 വർഷമായി നഷ്ടപ്പെടുന്ന കാര്യവും വാർത്തയിലുണ്ട്. 67-കാരനായ ഒരു കർഷകന്റെ അതിജീവനത്തിന്റെ കഥ ഇന്നത്തെ കേരള കൗമുദിയിലുണ്ട്. 2018-ലെ പ്രളയത്തിൽ കോഴിക്കോട് ചാത്തമംഗലം സ്വദേശി ചന്ദ്രന്റെ വീട്ടുവളപ്പിലെ 16 സെന്റിലെ നഴ്സറി പൂർണ്ണമായും നശിച്ചു. എന്നാൽ അതിൽ തളരാതെ 5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് കാട് വെട്ടിത്തെളിച്ച് നഴ്സറിക്ക് രൂപം നൽകി ചന്ദ്രൻ. ഇന്ന് കേരളത്തിലുടനീളം ഗുണമേന്മയുള്ള വിവിധയിനം ഫലവൃക്ഷ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു ചന്ദ്രൻ. കൃഷിഭവനുകൾ മുഖേനയടക്കം ലക്ഷക്കണക്കിന് പച്ചക്കറി തൈകളാണ് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാം നഷ്ടമായെടുത്തു നിന്നും പുതിയൊരു കൃഷിയാത്രയ്ക്ക് തുടക്കം കുറിച്ച ചന്ദ്രൻ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. കർഷകനെയും കൃഷിയെയും കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം.